എറണാകുളം പെരുമ്പാവൂരിൽ യുവാക്കളെ മർദ്ദിച്ച് തല മൊട്ടയടിച്ച സംഭവത്തിൽ 6 പ്രതികൾക്കും ജാമ്യം. ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ജോയ്മോൻ ജോസ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോയ്, വിവരങ്ങൾ. സോന, ഇന്ന് പ്രതികളായ 6 പേരെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അവിടെ വെച്ചാണ് കോടതി ഈ 6 പ്രതികൾക്കും നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അത് ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വരുന്ന 3 ആഴ്ചത്തേക്ക് പ്രതികളെല്ലാവരും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ വന്ന് ഹാജരാകണമെന്നതാണ് ഉപാധിയായിട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ്, അതായത് മിനിങ്ങാന്നാണ് ഇത്തരത്തിൽ വാഴക്കുളം സ്വദേശികളായ 3 യുവാക്കൾ ഈ 6 അംഗ സംഘത്തിന്റെ ഈ ഒരു തലമുണ്ടലം ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഇരയാകുന്നത്. കാരണം ഈ കണ്ടന്തറ കോളനിയിൽ വെച്ച് സമീപത്ത് വെച്ച് യുവാക്കളെ കാണുകയും പിന്നാലെ ഇവർ ലഹരി വിൽപ്പനയ്ക്ക് എത്തിയതാണോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ 6 അംഗ സംഘം ഈ 3 യുവാക്കളെ മർദ്ദിക്കുകയും പിന്നാലെ ഇവരുടെ തല മൊട്ടയടിക്കുകയും ചെയ്യുന്നത്. ബലമായായിരുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തി ഈ പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഇതിൽ കണ്ടത്തറ സ്വദേശികളായ സാജിദ്, ഷമീർ, അൻവർ, ഷെരീഫ്, മാഹിൻകുട്ടി, റഫീഖ് എന്നിവരായിരുന്നു ഈ കേസിലെ പ്രതികൾ. ഇവരെ കോടതിയിൽ നിന്ന് ഹാജരാക്കുകയും പിന്നാലെയാണ് ഇവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തിൻ്റെ, അതായത് പെരുമ്പാവൂരിലുള്ള ഒരു സുഹൃത്തിൻ്റെ സോഡ കമ്പനിയിൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് ഒരു ഒഴിവുണ്ട് എന്നറിഞ്ഞതിന് പിന്നാലെയാണ് ഈ 3 യുവാക്കൾ, വാഴക്കുളം സ്വദേശികളായ 3 യുവാക്കൾ ഈ പെരുമ്പാവൂർ എത്തുകയും പെരുമ്പാവൂർ എത്തിയതിന് പിന്നാലെ ഈ ബായ്ക്കോളിന്റെ സമീപം കണ്ടതോടുകൂടിയാണ് ഇവരെ ഈ 6 അംഗ സംഘം തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും പിന്നാലെ തല മൊട്ടയടിക്കുകയും ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ ഈ 6 പ്രതികളിൽ 4 പേരും ഈ തൂഫാൻ വോളണ്ടിയേഴ്സ് ആണ്, അല്ലെങ്കിൽ തൂഫാൻ വാരിയേഴ്സ് ആണ്. അതിന്റെ ബാഡ്ജ് കൈവശം വെച്ചിട്ടുള്ളവരാണെന്ന് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരായ 3 പേരിൽ ചിലർ മുൻപ് ലഹരി കേസുകളിൽ, അല്ലെങ്കിൽ ലഹരി കൈവശം വെച്ച കേസുകളിലടക്കം പ്രതിയായിട്ടുണ്ടെന്നും ഈ അഭിഭാഷകൻ കോടതിയിൽ പറയുകയുണ്ടായി. ഇതിനൊക്കെ പിന്നാലെ വാദം കേട്ടതിന് ശേഷമാണ് കോടതി ഈ 6 പ്രതികൾക്കും ജാമ്യം അനുവദിക്കുന്നത്. സോന.